നമ്മൾ ഓരോ ദിവസവും പത്രം വായിക്കുമ്പോൾ കാണുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെ പത്രം, എന്നും കുത്തും കൊലയും, ഭാര്യയ്ക്ക് വിഷം കൊടുത്തതും ഭർത്താവിന് വിഷം കൊടുത്തതും ഈ കൊല്ലും കൊലയിലൊക്കെ കഥകളാണ്. ഇനിയിപ്പോൾ ആ പരീക്ഷ വരാൻ പോകുന്ന എന്തൊരു ശല്യമാണെന്ന് നോക്കൂ. ഗവൺമെൻറ് വളരെ ടെൻഷനിലാണ്. കാരണം ഇപ്പോഴും തന്നെ ഹൈക്കോടതി, സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു ആത്മഹത്യ കൂടുന്നു കുട്ടികളുടെ ഇടയിൽ എന്നുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം JEE എക്സാമിനേഷൻ 2 ദിവസം മുമ്പുള്ളപ്പോഴാണ് ഇത് കോട്ടയിൽ 4 കുട്ടികളാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഓരോ ദിവസം കുട്ടികൾ ആത്മഹത്യ, പഠിക്കുന്ന കുട്ടികൾ ആത്മഹത്യ. IIT-യിലൊക്കെ കാണുന്നില്ലേ നിങ്ങൾ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത്? ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഈ ഭാഗവത കഥകളെയൊക്കെ നമ്മുടെ കുട്ടികൾക്കൊരു മോട്ടിവേഷണൽ സ്റ്റോറി ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ അവർക്ക് അവരുടെ ജീവിതത്തിലുള്ള ചാലഞ്ചുകളെ, പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഭാഗവതത്തിലൂടെ സാധിക്കുമായിരുന്നു. നമ്മളിപ്പോൾ ഭാഗവതം ഒരു കാതിലൂടെ കേട്ട് മറ്റൊരു കാതിലൂടെ ഭാഗവതം വിടും. ഭാഗവതം നമ്മൾ തമ്മിലൊരു ബന്ധമില്ല. വീണ്ടും നമ്മൾ ലൗകിക ജീവിതത്തിൻ്റെ സ്ട്രെസ്സും ടെൻഷനും കൊണ്ട് നടക്കുകയാണ്. പിന്നെ ഭാഗവതം കേട്ടിട്ട് എന്താ കാര്യം? ഭാഗവതം നമ്മൾ കേൾക്കുന്നത് കേവലം ഒരു സമയം പോവാൻ, കഥ കേട്ട് രസിക്കാനല്ല. ആ കഥകൾക്കുള്ളിൽ എൻ്റെ ജീവിതത്തെ കഥയുള്ളതാക്കി തീർക്കുന്ന ഒരു കഥയുണ്ട്. എൻ്റെ ജീവിതത്തെ എനിക്ക് കഥയുള്ളതാക്കണം. അത് കഥ കഴിക്കാനുള്ളതല്ല, അത് കഥ തീരാനുള്ളതല്ല. അതിന് എനിക്ക് അനശ്വരമാക്കണം, അതിനെ ഐശ്വര്യമുള്ളതാക്കണം, അതിനെ കരുത്തുള്ളതാക്കണം. ഈ ബോധം നമുക്കുണ്ടാവണം. വേണ്ടയോ? നമ്മളൊക്കെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നമ്മൾ പ്രാർത്ഥിച്ചോളൂ നിങ്ങൾ, പക്ഷെ കുട്ടികളെ നിങ്ങൾ പരിശീലിപ്പിക്കണം. കഥകളിലൂടെ അവരുടെ ഉള്ളിൽ ബോധമുണ്ടാക്കണം. അതിനാണ് നമ്മൾ ഈ ഭാഗവതമൊക്കെ കേൾക്കുന്നത്. ഇറ്റ്സ് ആക്ച്വലി, ഞാൻ പറയാം, ഭാഗവതം സപ്താഹം എന്നൊക്കെ പറഞ്ഞാൽ ഒരു കഥയല്ല. ഇറ്റ് ഈസ് എ മോട്ടിവേഷണൽ ഒരു സ്പീക്കിംഗ് ആണത്. ആളുകളെ, നമ്മുടെ മുന്നിലിരിക്കുന്നവരെ അവർ ജീവിതത്തിൽ കൂടുതൽ കരുത്തുള്ളവരാക്കുക, കഴിവുള്ളവരാക്കുക, ശക്തിയുള്ളവരാക്കുക. നാളെ മരണത്തെ പോലും അഭിമുഖീകരിക്കുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് നമുക്ക് ആ മരണത്തെ നേരിടാൻ സാധിക്കുക. പരീക്ഷത്ത് മഹാരാജാവൊക്കെ പറയുന്നത് പോലെ, എനിക്ക് തക്ഷകാദിഭ്യോ മൃത്യുഭ്യോ ന ബിഭേമ്യഹം, എനിക്കിപ്പോൾ തക്ഷകനെയോ മൃത്യുവിനെയോ ഭയമില്ല എന്ന് പറയുന്ന വിധത്തിൽ. നിങ്ങൾക്കറിയോ, ഇപ്പോൾ സൈക്കോളജി പറയുന്നത് ഒരു 90% മരണം നടക്കുന്ന രോഗം കൊണ്ടല്ല. 90% മരണം നടക്കുന്നതും രോഗം കൊണ്ടല്ല. 90% മരണം നടക്കുന്നതും മനസ്സിൻ്റെ അനാവശ്യമായ ടെൻഷൻ, ഉത്കണ്ഠ എന്ന് പറയാം, ആങ്സൈറ്റി സിൻഡ്രം എന്ന് പറയും. അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ആണോ അല്ലയോ? ഒരു ചെറിയ രോഗം വരുമ്പോഴേക്കും മനുഷ്യൻ അസ്വസ്ഥനാണ്. കാരണം കുട്ടിക്കാലത്തെ അതാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു അസുഖം വരുമ്പോഴേക്കും അമ്മ പറയും, എടാ നീ മരുന്ന് കഴിച്ചോ, ഒരു 10 പ്രാവശ്യം ചോദിക്കും മരുന്ന് കഴിച്ചോ എന്ന്. ഈ മരുന്നിലാണ് രോഗം മാറുക എന്നാണ് അമ്മയുടെ വിചാരം. മരുന്ന് കൊണ്ടല്ല അസുഖം മാറുന്നത്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ മരുന്നെന്ന് പറയുന്നത് അവൻ്റെ മനസ്സിൻ്റെ കോൺഫിഡൻസ് ആണ്.